ഈ പെണ്ണ് നിമിഷനേരം കൊണ്ട് മനുഷ്യന്റെ ബോഡിയിലുള്ള ഫാറ്റ് മുഴുവനും വലിച്ചെടുക്കുന്നു. ആക്ച്വലി ഇവൾ മനുഷ്യനല്ല, ഫാറ്റ് കഴിച്ച് ജീവിക്കുന്ന ഒരു മോൺസ്റ്ററാണ്. ഒരു ദിവസം ഒത്തിരി വണ്ണമുള്ള ഒരാൾ തന്റെ കാറിൽ വന്നിരുന്ന് ഹാപ്പിയായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അയാളുടെ പുറകിലായി ഒരു കറുത്ത രൂപം വന്നു. പെട്ടെന്ന് അത് അയാളുടെ ബോഡിയിലെ ഫാറ്റ് എല്ലാം വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. കുറച്ചു സമയത്തിൽ തന്നെ അയാളുടെ ബോഡിയിൽ എല്ലും തോലും മാത്രം അവശേഷിക്കുന്നു. അതേസമയം ഈ കേസ് കണ്ട ഓഫീസർ സാമും ഓഫീസർ ദീനും കൺഫ്യൂസ് ആകുന്നു. കാരണം ആ ബോഡിയിൽ ഒരു റെഡ് കളർ മാർക്കല്ലാതെ മറ്റ് ക്ലൂസ് ഒന്നുമില്ല. പക്ഷേ അവരത് കണ്ടുപിടിക്കുന്നതിനുള്ളിൽ അതുപോലെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നു. ഒരു ഫാറ്റായ ലേഡി തന്റെ മാരേജിന് വേണ്ടി വയറ്റ് കുറയ്ക്കാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും അവൾക്ക് വയറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അവൾ നിരാശയായി നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്ട്രേഞ്ചറായ ശബ്ദം കേൾക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ശ്രദ്ധ മാറിയ അടുത്ത നിമിഷം തന്നെ അവളുടെ പുറകിൽ ആ കറുത്ത രൂപം വരുന്നു. കുറച്ചു നേരത്തിൽ തന്നെ അത് ആ ലേഡിയുടെ ഫാറ്റും വലിച്ചെടുക്കും. അതേസമയം സാമും ദീനും ഒരു വിധത്തിൽ ആ രണ്ട് കൊലപാതകങ്ങൾക്കുള്ള കണക്ഷൻ കണ്ടുപിടിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഒരേ വൈറ്റ് ലോസ് സ്പായിലാണ് പോയത്. ആക്ച്വലി ആ സ്പായിൽ വർക്കൗട്ടോ ഡയറ്റോ ഒന്നുമില്ലാതെ വെറും ഒരാഴ്ച കൊണ്ട് വൈറ്റ് കുറക്കാം എന്ന പരസ്യം കാണിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ സാമിനും ദീനിനും സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ട്രെയിനറായും ഷെഫായും ആ സ്പായിലേക്ക് വരുന്നു. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ലയൻസിന്റെയും ബാക്കിലും ആ ബോഡികളിൽ ഉണ്ടായിരുന്നത് പോലുള്ള റെഡ് കളർ അടയാളം ഉണ്ട്. അതേസമയം ആ സ്പായിൽ ഡയറ്റ് ഫുഡിന് പകരം ഒരു ഹൈ കലോറി സ്വീറ്റ് ക്ലയൻസിന് കൊടുക്കുന്നത് ദീൻ നോട്ട് ചെയ്യുന്നു. ഉടനെ അവൻ അത് ചെക്ക് ചെയ്യുന്നതിനായി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഡ്രഗ്സ് കലർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്പാ ഓണർ ജെയിൻ ആണ് ഇതിനെല്ലാം കാരണം എന്നവർ കൺഫേം ചെയ്യുന്നു. പക്ഷേ അതിനുള്ളിൽ ജെയിൻ അവർ രണ്ടുപേരും ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. പിടിക്കപ്പെടാതിരിക്കുന്നതിനായി അവൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഫാറ്റും വേഗത്തിൽ കഴിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളത് കഴിക്കുമ്പോൾ ദീൻ അവളെ കൈയോടെ പിടിക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യുമ്പോൾ ജെയിൻ താൻ ഫാറ്റ് കഴിച്ച് ജീവിക്കുന്ന ഒരു പാരാസൈറ്റ് ആണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ വൈറ്റ് കുറയ്ക്കാൻ വരുന്നവരുടെ ആവശ്യമില്ലാത്ത ഫാറ്റ് വലിച്ചെടുത്ത് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ കൊലയാളി അവളുടെ സഹോദരൻ അലക്സോ ആണെന്ന് പറയുന്നു. അവന് ചെറിയ രീതിയിലുള്ള ഫുഡ് ബോറടിക്കുന്നത് കൊണ്ട് മുഴുവനായി വലിച്ചെടുക്കുന്നതിനാണ് ആളുകളെ കൊല്ലാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം കണ്ടുപിടിച്ച ജെയിനിന്റെ ഹസ്ബൻഡിനെ അവൻ കൊന്നു. ജെയിൻ കരഞ്ഞുകൊണ്ട് അവന്റെ നാക്ക് കട്ട് ചെയ്താൽ അവൻ മരിക്കുമെന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ സാമും ദീനും അലക്സോ ഉള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. പക്ഷേ അവൻ ഓൾറെഡി ഒത്തിരി ഫാറ്റ് കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ പവർഫുൾ ആണ്. അവൻ ഈസിയായി അവരെ രണ്ടുപേരെയും വലിച്ചിട്ട് സാമിന്റെ ഫാറ്റ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അവസാനം അവൻ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ദീൻ പുറകിൽ നിന്ന് അവന്റെ നാക്ക് കട്ട് ചെയ്തതും അവൻ മരിക്കുന്നു.